ഹായ് മക്കളെ, ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ നീറ്റിന് വരാൻ പോകുന്ന ചേഞ്ചസ് എന്നുള്ള ആ വീഡിയോ ഇട്ടപ്പോൾ സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ 5ാമത്തെ തവണയാണ് നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം എന്താ വെച്ചാൽ 5 തവണയൊക്കെ ട്രൈ ചെയ്യേണ്ട ഒരു അത്രയും ടഫാണോ ഈ നീറ്റ് എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്താൽ അത് അവളോട് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു എന്താ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവളോട് തന്നെ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, സാറേ ആദ്യത്തെ റിപ്പീറ്റ് കഴിയുമ്പോൾ തന്നെ എനിക്കെന്താണ് ഫുൾ പോർഷൻസും ഓൾമോസ്റ്റ് സെറ്റാണ്, പക്ഷേ എനിക്കെന്തോ ഒരു പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോ തവണ എന്താണ് അവസാനം റിവൈസ് ഒക്കെ വൃത്തിയിൽ ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷെ അവസാനം എന്താ പ്ലാനിങ് കാരണം ലാസ്റ്റ് കൊണ്ടുപോയി കൊളാവുകയാണ് സാറേ ചെയ്യുന്നത്. അപ്പം വിചാരിക്കുന്നത് അടുത്ത തവണ സെറ്റാക്കാം. അങ്ങനെ എന്താണ് ഇത് 5ാമത്തെ തവണ. അപ്പം ഇപ്പം എൻ്റെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് ഇത്തവണ അവളെ മാക്സിമം ആ പ്ലാനിങ്ങിൽ ഹെൽപ്പ് ചെയ്തിട്ട് അവൾ ഇത്തവണ എന്ത് ചെയ്യണം, ഒരു ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ എത്തിക്കണം. അല്ല, എനിക്ക് 100% ഉറപ്പാണ് അത് പറ്റുന്നുള്ളത്. സോ അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ടൈം ടേബിൾ മെക്കാനിസമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ റിപ്പീറ്റേഴ്സിൻ്റെ മെയിൻ പ്രശ്നം എന്താണ്, സബ്ജക്റ്റ് നോളജ് ഇല്ലായ്മയല്ല, പക്ഷെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റാത്തതാണ്. സോ അതിനു വേണ്ടി ഒരു പുതിയ ടൈം ടേബിളിങ്, അതായത് റെട്രോസ്പെക്റ്റീവ് അല്ലെങ്കിൽ റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ ഫോർ റിപ്പീറ്റേഴ്സ് ആണ്. അതായത് ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, സാറേ അപ്പോൾ റിപ്പീറ്റേഴ്സ് ഇത് കാണണ്ടേന്നില്ല. എടാ, റിപ്പീറ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇപ്പം എന്താണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. മാത്രമല്ല നിങ്ങൾ ഫുൾ സബ്ജക്റ്റും പഠിച്ചൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ ക്ലാസ്സിനനുസരിച്ച് എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് അതേപോലെ ചെയ്യുന്നതാണ് നല്ലത്. കുറേ സ്റ്റഡി ടിപ്സൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടെങ്കിൽ രാത്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യം ആ ക്ലാസ്സിൻ്റെ പോർഷൻസ് തീർക്കുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച നിങ്ങൾക്ക് എക്സാം ഉണ്ടെങ്കിൽ ഞായറാഴ്ച ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യം എന്താ, കഴിഞ്ഞ ആഴ്ച ഉള്ള ടോപ്പിക്ക് പഠിച്ച് എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യാനുള്ള. പക്ഷേ റിപ്പീറ്റേഴ്സിൻ്റെ കേസിൽ അങ്ങനെയല്ല. അവരെന്താണ് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അവർ ഓരോ ദിവസം എന്ത് പഠിക്കണമെന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യലാണ് ഇമ്പോർട്ടൻ്റ്. നിങ്ങളതും ടോപ്പിക്ക് കഴിഞ്ഞ് സീരീസ് ടെസ്റ്റ് തുടങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഉപയോഗിക്കാം. സോ അവസാനം വരെ നിങ്ങൾക്ക് ഇത് കാണുന്നതിന് കുഴപ്പമില്ല. പക്ഷേ സീരീസ് അല്ല, ടോപ്പിക്ക് കഴിഞ്ഞിട്ട് നിങ്ങളിത് പ്രായോഗികതയിൽ വരുത്തിയാൽ മതി എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തുടങ്ങല്ലേ. എടാ, എന്താ ഈ റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ, അതായത് യൂഷ്വലി 2 തരം ടൈം ടേബിളിംഗ് ഉണ്ട്. ഒന്ന് ഇൻട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ, അതാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഞാനൊക്കെ മുമ്പ് ഇത് തന്നെ ചെയ്തത്. അതായത് നമ്മളെന്ത് ചെയ്യും, കൃത്യമായി പ്ലാൻ ചെയ്യും. ഞാനൊക്കെ അന്ന് ഒരാഴ്ചത്തേക്കൊക്കെയാണ് പ്ലാൻ ചെയ്യുക. ഒരാഴ്ച പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നവംബർ 18 അടുത്ത തിങ്കളാഴ്ച മുതൽ എന്നുള്ള രീതിയിൽ ശനിയാഴ്ച വരെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 3 സെഷനായിട്ടൊക്കെ, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഏകദേശം ഓരോ സെഷൻ എനിക്കൊന്നൊരു 4 hours ഒക്കെ കിട്ടും. നിങ്ങളുടെ പ്ലാനിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നിട്ട് ഞാനെന്താ തിങ്കളാഴ്ച രാവിലെ +2 കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ, ഓക്കെ. ഉച്ചയ്ക്ക് ശേഷം ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ. രാത്രി ഇത് കറക്റ്റ് ഓർഡർ ഫസ്റ്റ് തന്നെ വേണമെന്നില്ല. രാത്രി ഞാനെന്ത് ചെയ്തു, 11th ചാപ്റ്റർ ഏതാ, ഡുവൽ നാച്ചർ മോഡേൺ ഫിസിക്സ് ആദ്യം പഠിക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു. ഇനി അടുത്ത ദിവസം എന്താണ്, ചൊവ്വാഴ്ച വീണ്ടും ബയോളജി സെക്കൻഡ് ചാപ്റ്റർ, ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ള രീതിയിൽ. ആൻഡ് ചില ദിവസങ്ങൾ എന്താ ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഒരു ആഫ്റ്റർനൂൺ കൊണ്ട് തീരൂല, അത് ഞാൻ മറ്റൊരു ദിവസം കൂടെ വ്യാഴാഴ്ചയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ എന്താണ് ഒരാഴ്ചത്തെ ടൈം ടേബിളൊക്കെ നമ്മളങ്ങ് സെറ്റ് ചെയ്യും. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണോ, ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണൊക്കെ ഇതൊക്കെ നടക്കുന്നുള്ളൂ. പക്ഷേ പ്രധാന പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇത് നടക്കൂല എന്നുള്ളതാണ്. ഒന്നാമത്തെ കേസ്, നമ്മളിപ്പോൾ എന്താണ് തിങ്കളാഴ്ച രാവിലത്തെ സെഷൻ കൊണ്ട് കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് തീർക്കാമെന്നാണ്. ചിലപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് നമുക്ക് തീർക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കേസ്. വേറൊരു ദിവസം എന്തായിരിക്കും, ചൊവ്വാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ എന്താ ഭയങ്കര തലവേദന, അപ്പോൾ എന്താ ഒരു മൂഡില്ല, ഉച്ചയ്ക്ക് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബയോളജിയും തെറ്റി. വേറൊരു ദിവസം എന്താണ് കസിൻസ് വന്ന്, അപ്പോൾ അവരോടൊന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ് ഒരു ദിവസം മൊത്തം അങ്ങോട്ട് പോയി. ഇങ്ങനെ എന്താണ് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ പകുതി പോലും നമുക്ക് നടക്കാത്ത പ്രശ്നം വരും. ശരിയല്ലേ? അതായത് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ചതിനെ നടക്കാൻ തോന്നും. ഇത് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടില്ലടാ, ശരിയല്ലേ? പിന്നെ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം, ഇത് നടക്കില്ല. മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ കുറേ സമയം കളയും. മൊത്തം ആലോചിച്ചത് അത് ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ വേണ്ട, അത് കുറച്ച് ടഫാണ്, നമുക്ക് മോഡേൺ ഫിസിക്സ് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്, അവിടെ തുടങ്ങാൻ നമുക്ക് കുറേ ആലോചിക്കും. എന്തിന്, നടക്കാൻ പോകാത്തൊരു പ്ലാന്, നടക്കാത്ത ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം ഈ 2 പ്രശ്നങ്ങൾ കാരണം ഇങ്ങനത്തെ ടൈം ടേബിൾ മിക്കവാറും ദിവസങ്ങൾ എന്തായിരിക്കും, പാളാറാണ് പതിവ്, അല്ലേ? ശരിയല്ലേ? പക്ഷെ ഇതിന് പകരം നമ്മൾ നേരെ തിരിച്ച് റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എന്ന് പറയുമ്പം ഇതിൻ്റെ മൊത്തം എന്താ പറയുക ഡയമെൻഷൻ തന്നെ മാറണം. കാരണം ഇവിടെ താഴോട്ട് നമ്മൾ ഡേറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മളെന്താണ് ചാപ്റ്റേഴ്സാണ് കൊടുത്തത്, അല്ലെ ടോപ്പിക്സ് ആണ് കൊടുത്തത്. ഇപ്പം ഞാൻ ആകെ +2 കെമിസ്ട്രി മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഞാനിവിടെ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം +1ഉം +2ഉം
ഉള്ള കെമിസ്ട്രിയും ഫിസിക്സും ബയോളജി എന്തുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്റേഴ്സും, അതായത് റിപ്പീറ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അറ്റ് എ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചാപ്റ്ററൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റും ഒറ്റ സ്ട്രെച്ചിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ, അല്ലേ? ശരിയല്ലേ? അപ്പം ആ ഒരു രീതിയിൽ കെമിസ്ട്രി മാത്രം എടുത്തുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചാപ്റ്റേഴ്സിൻ്റെ മൊത്തം ലിസ്റ്റ് ഇവിടെ താഴോളം എഴുതി. ഓക്കെ, എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ഇന്നിപ്പോൾ എന്താ പഠിക്കുക. അതായത് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ സ്പെൻഡ് ചെയ്യുന്ന അവേഴ്സൊക്കെ അതേപോലെ കീപ്പ് ചെയ്യണം കേട്ടോ. അതായത് മോർണിംഗ് 4 മണിക്കൂറും അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ 4ഉം രാത്രി 4ആണ്. ആ 12 മണിക്കൂർ തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താ, ഓക്കെ, കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ തുടങ്ങാം. സൊല്യൂഷൻസ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. രാവിലെയും ഉച്ച പകുതി വരെയായിട്ട് എന്ത് ചെയ്തു, നമ്മൾ സൊല്യൂഷൻസ്, ഇത് തിങ്കളാഴ്ചയാണെന്ന് കരുതുന്നു, 18-11 ഞാൻ എന്ത് ചെയ്തു, സൊല്യൂഷൻ പഠിച്ചു എന്നും മാത്രമല്ല, ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൊല്യൂഷൻ. എനിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ആൻസർ ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതെന്തിനാണ്, ഗ്രീൻ കളറിലാണ് ഞാനിത് എഴുതിയത്. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സമയത്ത് നിങ്ങൾ നാച്ചുറലി ആണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ ബയോളജിയോ ഫിസിക്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് ശേഷം പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ കെമിസ്ട്രി മാത്രം നിന്ന് പിന്നെ എനിക്ക് തോന്നുകയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇനോർഗാനിക് ഇനോർഗാനിക് ചാപ്റ്റേഴ്സൊക്കെ കുറച്ചതുകൊണ്ട് DNF എന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുള്ള രീതിയിൽ DNF പഠിക്കാനായിരുന്നു. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷെ എന്താണ്, പല ഇത് അറേഞ്ച്മെൻറ്റ് ഓർഡേഴ്സൊന്നും എനിക്ക് കത്ത ചോറ ഒലക്കേമല എന്താണ് ചാപ്റ്റർ ശരിക്കും DNFലെ ഓർഡേഴ്സൊന്നും കത്തുന്നില്ല. പക്ഷെ കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഞാനെന്താണ് അത് ഇന്ന് 18-11 ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഓറഞ്ച് എത്തിയിട്ടേ ഉള്ളൂ. തീരെ അറിയാത്ത പ്രശ്നമില്ല. പക്ഷേ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. രാത്രി നോക്കുമ്പോൾ കുറച്ചും കൂടെ സമയമുണ്ട്. അതിൽ ആ ചെറിയ ചാപ്റ്റർ എന്ത് ചെയ്യാം, ബയോമോളിക്യൂൾസ് പഠിക്കാം. പക്ഷെ എന്താണ്, എനിക്കത് ഒട്ടും മനസ്സിലായിട്ടില്ല. ബയോമോളിക്യൂൾസ് നമ്മൾ എടുക്കുന്നു, 18-11 ഡേറ്റ് കൊടുക്കുന്നു. പക്ഷേ നമുക്കെന്താണ് ഒട്ടും മനസ്സിലാകും. ഞാൻ റെഡ് കളർ കൊടുത്തു. ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസം നമ്മൾ നോക്കുന്നു. അടുത്ത ദിവസം നമുക്ക് 2 ചാപ്റ്ററേ പഠിക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രോ കെമിസ്ട്രി ഞാൻ വൃത്തിയിൽ പഠിച്ചിട്ടുണ്ട്. 19-11 എന്താണ്, ഇലക്ട്രോ കെമിസ്ട്രി ഞാൻ വൃത്തിയിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കെമിക്കൽ കൈനറ്റിക്സ് കുറച്ച് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ കെമിക്കൽ കൈനറ്റിക്സും 19-11 ഞാൻ പഠിച്ചു. പക്ഷെ എന്താണ്, ഓറഞ്ചിലാണ്. ഓക്കെ, ഇനി എന്താണ്, ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കഴിയും, അല്ലേ? ഒരാഴ്ച 2 ആഴ്ച കൊണ്ടെന്നാണ്. ഈ 10 ചാപ്റ്റേഴ്സാണ് +2 കെമിസ്ട്രി ഉള്ളത്. അത് നമ്മൾ കഴിയും. നിങ്ങൾ മുഴുവൻ ചാപ്റ്റേഴ്സും ആണെങ്കിൽ എന്താ, നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും ദിവസം എടുക്കും. ഇനി ചില ചാപ്റ്റേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഡേയിൽ ഓരോന്നിനും കളർ കോഡ് നിങ്ങളങ്ങ് ചെയ്തു വെക്കാം. അങ്ങനെ നമ്മൾ എന്താണ്, ഇത് മൊത്തം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ നമ്മളിപ്പോൾ ഏത് പഠിക്കും? കാരണം എല്ലാം നമ്മൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ നോക്കേണ്ടത് നാളെയാണ് നമ്മളുടെ പരീക്ഷയെങ്കിൽ ഏറ്റവും ഞാൻ കോൺഫിഡൻ്റ് അല്ലാത്ത ചാപ്റ്ററിലെ പഠിക്കുക. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ബയോമോളിക്യൂൾസ് എന്ത് ചെയ്യണം, ഒന്നും കൂടെ പഠിക്കണം. അപ്പം നമ്മളെന്താണ്, അടുത്ത 20-ാം തീയതി നമ്മൾ അസ്യൂം ചെയ്ത് മുഴുവൻ കഴിഞ്ഞു കേട്ടോ. 20-ാം തീയതി ബയോമോളിക്യൂൾസ് ഒന്നും കൂടി പഠിച്ചപ്പോൾ റെഡിലുള്ള ബയോമോളിക്യൂൾസ് എന്താണ്, ഓറഞ്ചിലേക്ക് എത്തി. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്കി സമയത്ത് നമ്മൾ നോക്കുമ്പോൾ കെമിക്കൽ കൈനറ്റിക്സും അതേപോലെ തന്നെ DNFും ഓറഞ്ചിലുള്ളത്. അതിൽ കെമിക്കൽ കൈനറ്റിക്സ് ഇന്നലെ പഠിച്ചിട്ടുള്ളൂ. DNF കുറച്ച് ദിവസം മുന്നെയാണ്, 2 ദിവസം മുന്നേ. നമ്മൾ എന്ത് ചെയ്യുന്നു, DNF ഒന്നും കൂടെ പഠിക്കുന്നു. എങ്ങനെ പഠിക്കുന്നു വെച്ചാൽ നിങ്ങൾക്കറിയാം, നോട്ട്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. പക്ഷേ മാക്സിമം നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. പക്ഷേ നിങ്ങൾ റിപ്പീറ്ററോ റിപ്പീറ്റർ അല്ലെ സൂപ്പർ റിപ്പീറ്റർ ഒക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ സ്റ്റഡി മെറ്റീരിയലിനോ അല്ലെ എവിടുന്നെങ്കിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്യൽ തന്നെയാണ് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചൊക്കെ സബ്ജക്റ്റിലെ തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ DNF എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു. ഇത്തവണ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു, മെല്ലെ പച്ചയിലേക്ക് 20-11. ഓക്കെ, ഇങ്ങനെ നമ്മൾ പഠിച്ച് അവസാനം എന്തായിട്ടുണ്ടാവും, അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഓരോ സബ്ജക്റ്റിലും പച്ചയിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതെന്ത് ചെയ്യുക, റിപ്പീറ്റ്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ചാപ്റ്റേഴ്സ് എന്തായിട്ടുണ്ടാവും, നമ്മൾ പച്ചയിൽ എത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്നിനി എന്ത് പഠിക്കും നോക്കുമ്പോൾ ഏറ്റവും അവസാനം പഠിച്ച സാധനമല്ലേ, അതെടുക്കുക, ചോദ്യങ്ങൾ ചെയ്യുക. അപ്പം എന്താ, ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. എവിടെ എത്തി, ഓരോ ചാപ്റ്റർ എത്രത്തോളം ഉണ്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക.
പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും പഠിക്കും. ഇവിടെ അങ്ങനെയല്ല, നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നോക്കിയാണ് നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ ഇതിങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ലാപ്ടോപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ ഗൂഗിൾ ഷീറ്റോ എക്സലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. കളർ കോഡിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇവിടെ എന്തില്ല, നിങ്ങൾക്ക് ഒരിക്കലും നിരാശയോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾ പ്ലാൻ ചെയ്തത് വൃത്തിയിൽ നടക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള 12 മണിക്കൂറാണ് നിങ്ങൾ ഡെയിലി പഠിക്കുന്നതെങ്കിൽ ആ 12 മണിക്കൂർ ഈ ഒരു രീതിയിൽ പഠിക്കുക. ഏറ്റവും അവസാനം നോക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും പച്ചയായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അവിടെ നിങ്ങൾക്ക് എന്താ, ആദ്യം പഠിച്ചതിന് പ്രയോറിറ്റി കൊടുക്കുക. മറന്നുപോകും ഷുവറാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഏത് സബ്ജക്റ്റ് പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിക്കണം എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടാവും. ലൈക്ക് അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് സീരീസ് അങ്ങ് എടുക്കണം. ആ ടെസ്റ്റ് സീരീസ് ബേസ് അടുത്ത ആഴ്ച ഏതാണോ എക്സാം വരുന്നത് ആ ടെസ്റ്റ് സീരീസ്, അല്ലെ നാളെ ഏതാണോ എക്സാം അതിൻ്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചോ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പഠിച്ച് മിക്ക ചാപ്റ്ററുകളും ഗ്രീനിലെത്താൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ, ഇത്തവണ നിങ്ങൾ എഴുതാൻ പോകുന്ന അവസാനത്തെ നീറ്റാവും. അടുത്ത തവണ നിങ്ങൾ ഒരു ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്തുകയും ചെയ്യും. റിപ്പീറ്റേഴ്സിനോടും പറയാനുള്ളത്, നിങ്ങൾ പോർഷൻസ് കഴിഞ്ഞിട്ട് ഈ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഈ ടൈം ടേബിൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ, നമുക്ക് മനസ്സമാധാനം തരുള്ളൂ, സന്തോഷം തരുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത ടിപ്സിനായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റിപ്പീറ്റ് ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. ബൈ.